ഉണ്ടെന്ന് പറ. സൂപ്പർ പ്ലാൻ ആന്റി. ഈ ഒരു കാര്യത്തോടെ വാസുവേട്ടത്തി ഔട്ട്. എത്ര കുട്ടികളാ വരുന്നേ നോക്കാൻഡി. എത്ര പേര് വന്നാലും എല്ലാത്തിനും നമ്മൾ പറഞ്ഞയക്കില്ലേ? നീ വാ വാ വാ. അവിടെ നിക്ക്. എല്ലാരും കൂടി ജാതിയായിട്ട് എങ്ങോട്ടാ? ഈ വീട്ടിലെ വസുന്ധര ടീച്ചർ സംഗീതവും വീണയും പഠിപ്പിക്കുന്നുണ്ടെന്ന് പോസ്റ്റർ കണ്ട് ഫോൺ ചെയ്ത് വിളിച്ചിട്ടാ ഞങ്ങൾ വന്നത്. ഓ അങ്ങനെയാണോ? നിങ്ങളുടെ കുട്ടികൾക്ക് സംഗീതം മാത്രം പഠിച്ചാ മതിയോ, അതോ ബോണസ് ആയിട്ട് 1+1 ഓഫർ പോലെ അസുഖം കൂടി വേണോ? എന്തസുഖം? ഈ വീട്ടിലെ ഒരാൾക്ക് മാരകമായൊരു അസുഖമുണ്ട്. അത് പകർച്ചവ്യാധിയാ. ഈ ചെറിയ കുട്ടികൾക്ക് വേഗം പകരും. ആ അസുഖത്തിന് മരുന്നൊന്നുമില്ല. നേരെ മുകളിലേക്ക് പോകാം. ശരി, ഇനി പറഞ്ഞോളൂ. ആർക്കൊക്കെ ഉള്ളിലേക്ക് പോണ്ടത്? വീണ പഠിപ്പിക്കാന്ന് പറഞ്ഞോണ്ട് വന്നതാ. ഞങ്ങൾ എന്തിനാ ചാകാൻ വരുന്നേ? അയ്യോ വാ മോളെ, വാ മക്കളെ പോ. അതെ അഖിൽ, എങ്ങനെയെങ്കിലും ഈ 2 ആഴ്ച കൊണ്ട് 50,000 രൂപ ഉണ്ടാക്കണം. നമ്മൾ ഉറപ്പായി സമ്പാദിച്ചിരിക്കും വല്യമ്മ. സ്റ്റുഡൻസ് ഒക്കെ എന്തായാലും വന്നിരിക്കും. ഇതുവരെയായിട്ടും ആരും വന്നില്ലല്ലോ ചേച്ചി. കുട്ടികളെ കൂട്ടിയിട്ട് വരുമെന്ന് പാരന്റ്സ് പറഞ്ഞിട്ട് തന്നെ ഒരുപാട് നേരമായി. എന്നിട്ട് ഒരാളെ പോലും കണ്ടില്ലല്ലോ. വിഷമിക്കാതിരിക്കും വസു, ഉടനെ വരും. ഡോൺ വറി എടുത്തി, എടുത്ത് തന്നെ ജയിക്കും.
ഇനി ആരും വീട്ടിലേക്ക് വരുമെന്ന് തോന്നില്ല ആന്റി. ഈ വീട്ടില് സംഗീതം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടെന്ന് വസുവേട്ടത്തിയും ഭാവനേട്ടത്തിയും എത്ര പേരോട് പറഞ്ഞിട്ടുണ്ടോ? അതിനേക്കാളും അധികം ആൾക്കാരോട് ഈ വീട്ടിലെ ഒരു പകർച്ചവ്യാധി പേഷ്യന്റ് ഉണ്ടെന്ന് പറയാം. വസുവേട്ടത്തിയുടെ ഭാവി പ്ലാനിൽ വെള്ളം ഒഴിക്കാം. പിന്നെ ഈ സുമംഗലി എന്തിനാ? വെറുതെയാണോ? അവൾക്കൊരു ചില്ലി കാശ് കിട്ടാത്ത രീതിയിൽ ഞാൻ ആക്കിത്തരാം. ഈ വീട്ടിൽ നിന്ന് അവളെ ഓടിച്ചാ മതിയാവും. അവളുടെ ശബ്ദം ഈ വീട്ടിൽ കേൾക്കാത്ത സിത്താറ് പഠിക്കാൻ ആരും വരാണ്ടായ പിന്നെ അവൾ എന്ത് ചെയ്യാനാ? ഒരു ജോലി ഇല്ലാത്ത ബാർബർ സ്വന്തം മക്കളുടെ മുടി വെട്ടുന്നത് പോലെ അവൾ അവളുടെ സിത്താർ എടുത്തിട്ട് സ്വയം വായിച്ചോണ്ടേയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവര് ദുഃഖഗാനമല്ലേ പാടേണ്ടത്? ആനന്ദ ഭൈരവി രാഗം എന്തിനാ പാടുന്നേ? നിനക്ക് രാഗങ്ങളെ കുറിച്ച് അറിയോ? സന്തോഷവും ദുഃഖവും തമ്മിലുള്ള വ്യത്യാസം അറിയാം. ശരി ശരി, അകത്ത് പോയി നോക്കാം. വാ 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 വാ. ലാപ്ടോപ്പില് എന്തോ ഉണ്ടല്ലോ, ഒന്ന് നോക്കി. കുറച്ച് കുട്ടികളൊക്കെ കാണുന്നുണ്ട്. അതിനിപ്പോ നമുക്കെന്താ? അയ്യോ, ആന്റിക്കൊന്നും മനസ്സിലായില്ലേ? വസുവേട്ടത്തി ഓൺലൈനിൽ സിത്താര സംഗീതവും പഠിപ്പിച്ചോണ്ടിരിക്കുക. ഇവളൊരു വല്ലാത്ത കില്ലാടി തന്നെ. നമ്മൾ വന്ന കുട്ടികളെ തിരിച്ചയക്കുന്നറിഞ്ഞ് ഇവൾ കുട്ടികളെ, ഇനി ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തോളൂ. അതിനുശേഷം നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കേ ടീച്ചർ. കുട്ടികളെല്ലാം വീട്ടിലേക്ക് വരാന്നല്ലേ പറഞ്ഞത് വസു? പെട്ടെന്ന് എന്താ ഓൺലൈൻ ക്ലാസ്സിലേക്ക് മാറ്റിയത്? കുട്ടികൾ വീട്ടിൽ വന്നാ ചില ദുഷ്ടശക്തികളുടെ ദൃഷ്ടി പതിഞ്ഞാലെന്ന് വെച്ചാ ഞാൻ ഇങ്ങനെ ചെയ്തത്. അതും ശരിയാ എടുത്തി. കാർത്തികയെ ഇളയമെങ്ങാനും കണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കണ്ണു കിട്ടിയേനെ. സൂപ്പറായിട്ട് പ്ലാൻ ചെയ്തമ്മ. എന്റെ മലയാളം ടീച്ചർ ഒരു കാര്യം പറഞ്ഞായിരുന്നു. കണ്ണടച്ചിരിക്കുന്ന പൂച്ചയുടെ വിചാരം ഈ ലോകം മുഴുവനും കൊടിയ അന്ധകാരത്തിലാണെന്നാണ്. അത് അത്രയ്ക്കും മണ്ടനാ. ഇനിയിപ്പോ എന്താടി ചെയ്യാ? അഖില് നമ്മളെ പറ്റിച്ചു അല്ലേ? ആ ഉണ്ണിച്ചെറുക്കൻ വസുവിനെ പുകഴ്ത്തുന്നുണ്ട്. അവരെ ഒരു പാഠം പഠിപ്പിക്കണോ ആന്റി? അതെങ്ങനെ? അവർ നമ്മളെക്കാൾ ഫാസ്റ്റ് അല്ലേ? ആന്റി, വൈഫൈ ഉണ്ടെങ്കിലല്ലേ വസുവേട്ടത്തേക്ക് ഓൺലൈനിൽ ക്ലാസ് എടുക്കാൻ പറ്റൂ. ആ വൈഫൈ കണക്ഷൻ കട്ട് ചെയ്തേക്കാം. സൂപ്പർ ഐഡിയ. ബാബാ വേഗം പോയി കട്ട് ചെയ്യാം.
ആന്റി, ആരെങ്കിലും മുകളിലേക്ക് വരുന്നുണ്ടോന്ന് ഇവിടെ നിന്ന് നോക്കിയാ മതി. ആരെങ്കിലും വന്നാ എനിക്കൊരു സിഗ്നൽ തന്നാ മതി. ഞാൻ പോയി ആ വൈഫൈ കണക്ഷൻ കട്ട് ചെയ്തിട്ട് വരാം. ശരി ശരി, വേഗം വേഗം കട്ടേ. വേഗം കട്ട് ചെയ്യേ, കട്ട് ചെയ്യേ. ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ പേടിച്ച് വിറയ്ക്കുന്നേ? വേഗം കട്ട് ചെയ്യേ, ആരെങ്കിലും വരും. ഈ പെണ്ണിനത് എന്താ പറ്റിയേ? എന്താ പറ്റിയ നിനക്ക്? എന്താ ചെയ്യുന്നേ? എന്തിനാ കിടന്ന് വിറയ്ക്കുന്നേ? നമ്മുടെ ഗസിംഗ് കറക്റ്റ് ആയിരുന്നു ഉണ്ണി. ഇവര് വൈഫൈ കേബിൾ കട്ട് ചെയ്യാൻ തന്നെ വന്നത്. അതല്ലേ ചെറിയച്ച, വൈഫൈയുടെ കേബിളിലൂടെ ഞാൻ കറണ്ട് കടത്തി വിട്ടത്. ഇപ്പൊ ഇവർക്കിട്ടൊരു പണി കൊടുക്കാം. വാ. അമ്മമ്മ, ചെറിയമ്മ, എന്താ ഇങ്ങനെയൊക്കെ കാണിച്ചോണ്ടിരിക്കുന്നത്? പുതിയതായിട്ട് എന്തെങ്കിലും എക്സസൈസ് ചെയ്യുന്നതാണോ? അയ്യോ മോനെ ഉണ്ണി, ഇത് എക്സസൈസ് ഒന്നും അല്ല. ഇവര് ഷോക്ക് അടിച്ച് നിൽക്കുക, പാവം. അയ്യോ, ഇനി എന്ത് ചെയ്യാൻ ചെറിയച്ച? ഇവരെ നമ്മൾ എങ്ങനെ രക്ഷിക്കും? നോക്കുണ്ണി, ഇവരെ തൊടല്ലേ, എന്ന് നിനക്ക് ഷോക്ക് അടിക്കും. ഒരു തടി വെച്ച് അടിച്ചാ ഇവരുടെ ഷോക്ക് മാറും. ഉണ്ണി, ഇതാ പിടിക്ക്. ഇവരുടെ ഷോക്ക് മാറുന്നവരെ നന്നായിട്ട് അടിച്ചോ. ഉണ്ണി, ചെറിയമ്മയുടെ കയ്യിലടിക്കുക, നന്നായിട്ട് അടിക്കുക. എന്റെ അമ്മോ, എങ്ങനെയോ അമ്മൂമ്മയും ചെറിയമ്മയും നമ്മളെ രക്ഷപ്പെടുത്തി ചെറിയച്ച. അമ്മ, എന്റെ കൈ ഒടിഞ്ഞു പോകുന്ന പോലെ ഇങ്ങനെ മരണയടി അടിച്ചിട്ട് എന്നെ രക്ഷപ്പെടുത്തിന്നോടാ. നിങ്ങൾ മനഃപൂർവ്വമല്ലേ വടി കൊണ്ട് അടിച്ചത്? അയ്യോ, അമ്മേ, അയ്യോ, എന്തിനാണ് ഇപ്പൊ എന്നെ അടിക്കുന്നേ? ഇങ്ങനെ അടിച്ചില്ലായിരുന്നെങ്കിലേ ഷോക്ക് അടിച്ചപ്പോ ചത്തുപോയനെ. അതുപോട്ടെ, എന്തിനാ നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അത് ആകാശത്ത് സൂര്യൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. ആഹാ, അങ്ങനെയാണോ? അതുപോട്ടെ, നിങ്ങൾ എന്തിനാ വന്നേ? നമ്മള് ആകാശത്തില് ബുധനും ഗുരുവും ശുക്രനും ഉണ്ടോ അതോ ഇല്ലെന്ന് നോക്കാനായിട്ട് വന്നതാ അമ്മൂമ്മ. നമുക്ക് ആ ഗ്രഹങ്ങളെ കാണാൻ പറ്റിയോ എന്തോ. എന്തായാലും ഇവര് കണ്ടു കാണും നക്ഷത്രങ്ങളെ. വാടാ പോം. അങ്ങനെ തന്നെ വേണം. ചെറിയച്ച, അവർക്ക് നല്ലൊരു പാടാ ചെറിയച്ചൻ പഠിപ്പിച്ചു കൊടുത്തത്. പിന്നെ അല്ലാതെ വീട്ടിൽ വന്ന പിള്ളേരെ തിരിച്ചു പറഞ്ഞയച്ചിട്ട് ഓൺലൈൻ ക്ലാസ്സും കൂടി ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കുക. രണ്ടുപേർക്ക് ഇങ്ങനെ തന്നെ വേണം. ലെറ്റ്സ് ഗോ. എന്താടി, വൈഫൈ വയറിന് ഷോക്ക് ഉണ്ടാവുന്നു, നീ എന്താ എന്നോട് പറയാഞ്ഞേ? എനിക്ക് ഷോക്ക് അടിക്കുമെന്ന് അറിയായിരുന്നോ? ഷോക്ക് അടിച്ചപ്പോഴല്ലേ അറിഞ്ഞത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157 158
ഇനി 100 തവണ ഇരുന്ന് എണ്ണി നോക്കിയാലും ശരി 7000 അതിൽ കാണും. ഏട്ടാ വന്നിട്ട് ഒരുപാട് നേരമായോ? ഒരുപാട് നേരമായി. അമ്മ എത്രാമത്തെ തവണ നോട്ട് എണ്ണിയപ്പോഴാ അച്ഛൻ ഇവിടെ എത്തിയത്? 5th ടൈം കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എത്തി. അപ്പോഴേ വന്നിട്ട് ഇത്ര നേരം എന്ത് ചെയ്യായിരുന്നു? താൻ ക്യാഷ് കൗണ്ട് ചെയ്യുന്നത്, നോട്ട്ബുക്കിൽ എഴുതുന്നത്. അച്ഛനെങ്കിലും അമ്മയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. എഴുതി എഴുതി പേനയുടെ ഇങ്ക് വരെ തീർന്നു പോയി. എണ്ണി 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 ആ നോട്ടുകളെല്ലാം കീറാറായച്ച. നിന്നെ ഞാൻ സോ ഫസ്റ്റ് ഡേ തന്റെ വരുമാനം 7000 rupees അല്ലേ? അതെ ഏട്ടാ, ഓൺലൈനിൽ വീണ വായിക്കുന്ന ക്ലാസ് എടുത്തു. ഓൺലൈനിൽ തന്നെ പണവും കിട്ടി. അഖില് തന്നെ ATM പോയി പണവും എടുത്തോണ്ട് വന്നു. അത് എണ്ണി നോക്കി നോട്ട്ബുക്കിൽ എഴുതി വെക്കുമായിരുന്നു. വെൽ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ് ഏട്ടാ. ഗുഡ് ജോബ്. അടുത്തത് ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? അതാ ഏട്ടാ എനിക്കും അറിയാത്തത്. എല്ലാവരും അഡ്വാൻസ് ഒക്കെ തന്നു, പക്ഷെ ഫുൾ പേയ്മെന്റ് തരാനായിട്ട് 1 മാസം എടുക്കും. താൻ ഇനിയും 43,000 രൂപ ഉണ്ടാക്കണം, അതും 13 ദിവസം കൊണ്ട്. അതെ ഏട്ടാ, എനിക്കറിയാവുന്ന ഒരേ ഒരു കഴിവ് പ്രയോജനപ്പെടുത്തി നോക്കിയതാ. 7000 രൂപയെ കിട്ടിയുള്ളൂ. ബാക്കി പണം എങ്ങനെ കണ്ടെത്തുന്നുള്ള കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇനിയും താൻ ഒളിച്ചു വെച്ചിരിക്കുന്ന കഴിവുകൾ കാണുമല്ലോ, അതെല്ലാം ഒന്ന് പൊടി തട്ടിയെടുത്ത് ഉപയോഗിച്ച് നോക്ക്. എന്താ ഇത്? ഏട്ടൻ തമാശ പറയുന്നതാണോ? ഫസ്റ്റ് കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ട് ഇപ്പൊ കമന്റ് പറയാണല്ലേ? നോ 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 നോ, ഞാൻ കമന്റ് ഒന്നും ചെയ്തതല്ല. ഐ ആം റിയലി സീരിയസ്. ഇതൊന്നും അല്ലാതെ എനിക്ക് വേറെ കഴിവൊന്നും അറിയില്ല. അപ്പോ ബാക്കിയുള്ള എമൗണ്ടിന് ഇനി എന്ത് ചെയ്യും? അത് ഓർത്തിട്ട് പേടിയാവുക. അപ്പോ താൻ ഡ്രോപ്പ് ചെയ്യാൻ പോവാണോ? അതൊരിക്കലും ഇല്ല. ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാന്നല്ലാതെ പകുതിക്ക് വെച്ച് ഞാൻ ഉപേക്ഷിക്കാറില്ല. വെരി ഗുഡ്. അങ്ങനെ തന്നെ ആയിരിക്കണം. വിചാരിച്ച കാര്യം നടക്കുന്നത് വരെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കണം. എന്റെ കുഞ്ഞുനാളിലെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം, പരിശ്രമത്തിന് ഉറപ്പായും വിജയം കാണുമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അതെനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. വാഹോ, വെരി ഗുഡ്. ആ വാക്കുകളാണ് തന്നെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്നത്. അതുമാത്രമല്ല ഏട്ടാ, എത്ര കഠിനമായ ജോലി ആയിരുന്നാലും ശരി, ഏട്ടനത് ഏറ്റെടുത്ത് ഭംഗിയായി വിജയിപ്പിക്കാറുണ്ടല്ലോ. ആ കാര്യം എനിക്ക് ഒരുപാട് ഇഷ്ടമായി.
ഏട്ടനാ എന്റെ ഇൻസ്പിറേഷൻ. ഞാൻ ഏട്ടന്റെ ഒരു ഏകലവ്യ ശിഷ്യയാണ്. ആഹാ, അപ്പോ എവിടെ എന്റെ ഗുരുദക്ഷിണ? ഫീസ് എവിടെ? ഇതാ ഏട്ടാ, ഈ 7000 രൂപ ഏട്ടനെടുത്തോളൂ. കിട്ടിയതേ 7000 രൂപ. അതുകൂടെ എനിക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ തന്നെ 50,000 രൂപ ഒന്നേന്നുണ്ടാക്കണ്ടേ?